നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. കലികാലം, ഇത് കലികാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കലികാലം, ഇത് കലികാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. കലികാലം, ഇത് കലികാലം. കലികാലം, ഇത് കലികാലം. രൂപയുടെ മൂല്യം ഇടിഞ്ഞു താഴെയായി. ഇങ്ങനെ പോയാൽ ഇതേടത്തുനിന്ന് അവസാനിക്കുന്നു. അതെന്താ ഇതിന്റെ മൂല്യം ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നു? അത് ഭയങ്കര മൂലയാന്നല്ലപ്പാ. എടാ പൊട്ടൻ ചങ്കര, മൂലയല്ല. മൂല ഇടിയത് എന്താ കുന്നോ മലയോ ഒറ്റാന്നോ? മൂല്യം, മൂല്യം. അതെന്തപ്പ സംഗതി മൂല്യം? അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഒരു ചായക്ക് എത്രയാണ് മേടിച്ച് കൊടുത്തത്? 6 രൂപ. ഇപ്പൊ എത്രയായത്? 8 രൂപ. അതന്നെയല്ലേ മൂല്യത്തെ കുറച്ചാ. ആരാപ്പാ വരുന്നത്? നമ്മൾ ആനയവാരി രാമൻ നായരല്ലേ? കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നു. ഇതെന്താ ആനവാരിക്ക് പറ്റിയത്? കൂട്ടിക്കൂട്ടി കൈയൊടിയാണ്ടായല്ലേ? 200-300 ഉറുപ്പ്യന്റെ കുറവ് കടയും വന്നിട്ടുണ്ടാവും. അതന്നെ, പിന്നെ വേറെ എന്ത്? ഏതായാലും എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. 36 18 മാസത്തിൽ 2000 രൂപ വെച്ചാൽ തന്നെ 1.5 കൊല്ലം കൊണ്ട് ദുരിതാത്തിന് 3 ഇരട്ടി കിട്ടണ്ടേ? 3 ഇരട്ടി അവര് 2000 രൂപ വെച്ചിട്ട് കിട്ടുമ്പം മാസം 2000 രൂപ അടച്ചാൽ തന്നെ അല്ല കണക്കാക്കി. അല്ല നായരെ, ഈ കണക്കൂട്ടൊന്ന് ആദ്യം നിർത്ത്, എന്നിട്ട് പറ എന്താണ് കാര്യം. എന്നാ നായരെ ചായ? ചായേന്റെ വില കേട്ടാല് മൂപ്പരെ ബോധം പോവും. നിങ്ങൾ സമാധാനം ചായ കുടിക്ക്. എത്ര പൈസ വീണ് നിങ്ങളെ? 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ? നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടുന്നേ 1 ഉറുപ്പ്യയും 2 ഉറുപ്പ്യ ഒന്ന് പറക്കാൻ വരുന്ന പിള്ളേർക്കൂടി ഇന്ന് വേണ്ട. അതൊന്നും അല്ലടോ, എന്നെ പറ്റിച്ചു. അതാരാപ്പാ നിങ്ങളെ പറ്റിച്ച ഇത്ര വലിയ കിടുക? ഇത് നോക്കി, ഉപ്പപ്പം മർപ്പറേന്റെ അമ്പലത്തിലേക്കുള്ള ഫണ്ടാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കുഴിക്കൂടി നമ്മൾ മാസം 2000 രൂപ വെച്ചാൽ മതി. ഒരു 1.5 കൊല്ലം കൊണ്ട് തീരും. പക്ഷെ നമ്മൾ 6 മാസം വെച്ചാൽ തിരിച്ചു കിട്ടും. പിന്നെ വെക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 6 മാസം പൈസയില്ല. കുറെ പൈസ വെച്ചു, ഒന്നും ഇങ്ങോട്ട് കിട്ടാനില്ല. ഇപ്പൊ അതിന്റെ കാര്യം അറിയും. ഇതാക്കണം. നിങ്ങൾക്ക് എത്ര പൈസയാ പോയത് രാമൻ നായരെ? പിടിച്ചു വെച്ച് മാളെ പറ്റിച്ചൊക്കെ ഉണ്ടാക്കിയ പണമല്ലേ, അതങ്ങനെ പോവും. എന്റെ 50 ഉറുപ്പ്യല്ലപ്പാ പോയത്. തല കറങ്ങുന്ന വിഷമിക്കണ്ട. തലപെരുക്കം, തലകറക്കം, വാദം, പിത്തം, കഫം, സൊറി, സിറങ്ക് എന്നിവയ്ക്ക് ദിവ്യമായ ഔഷധം ഇറക്ക്, കുഴമ്പ് ഇറക്ക്. നമസ്കാരം. ഇത് സ്വാമി കുക്കുടാനന്ദ കാശി, രാമേശ്വരം, പാണ്ഡി എന്നീ രാജ്യങ്ങളിൽ നിന്നും പറിച്ചെടുത്ത ഔഷധ കൂട്ടുകൾ കൊണ്ടാണ് സ്വാമി മരുന്നുകൾ നിർമ്മിക്കുന്നത്.
അല്ല നിങ്ങളാരാ? ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. പഠനത്തിന് ശേഷം എപ്പോഴും ഞാൻ സ്വാമിയെ കണ്ടുമുട്ടി. അന്ന് മുതൽ ഞാൻ സ്വാമിയോടൊപ്പം കൂടി. ഒരിക്കലും പിരിയാൻ കഴിയാതെ ഞാൻ സ്വാമിയെ ഭജിക്കുന്നു. ഓ, അപ്പൊ ഒരു ഊര് തണ്ടിയാണല്ലേ? എന്ത്? ഒന്നുമില്ലപ്പാ. അല്ലപ്പാ ഈ സ്വാമി ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടിപെട്ടിട്ടുള്ള രോഗങ്ങളെ കുറിച്ച് സ്വാമി ഗൗരവമായി ആലോചിക്കുന്നതായിരിക്കും. ഏയ് നമ്മക്കങ്ങനെ കാര്യമായിട്ട് സൂക്കേടൊന്നുമില്ല. തലകറക്കം, ടെൻഷൻ അപ്പടിയല്ലവാ, അതിനും മറന്നിருக்கு. ഏയ് അത്രയൊന്നുമില്ല, ചെറിയൊരു തലവരും ഉണ്ട് അല്ലേ? അതാണ്. இந்த மருந்து ஒரு துള്ളி எடுத்து 30 മാത്രം പുരട്ട വേണം, എല്ലാം ശരിയായിടും. ചേട്ടന് മുട്ടുവേദനയില്ലേ? ഏറെ ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത മുട്ടുവേദന. അങ്ങനെ ചോദിച്ചാൽ അതായത് ഈ ലിഗ്മെന്റ് ജോയിന്റ് നിന്നും ലിങ്ക് ഔട്ട് ആയിട്ടുണ്ട്. എന്തിനും ഏതിനും ഇതാ സർവ്വരോഗ സംഹാരിയായിട്ടുള്ള ദിവ്യ ഔഷധം വാങ്ങി പുരട്ടു നോക്കും. പിന്നെ ഇത് സൗജന്യമാണ്. കുപ്പിക്ക് വെറും 500 രൂപയേ ഉള്ളൂ. കാശി, രാമേശ്വരം, പാണ്ഡി എന്നീ രാജ്യങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത ഔഷധക്കൂട്ടുകൾ കൊണ്ടാണ് ഈ മരുന്ന് നിർമ്മിച്ചിട്ടുള്ളത്. താങ്കളുടെ പണമല്ലേ നഷ്ടപ്പെട്ടതായി പറഞ്ഞത്? അതെ, മാന്ത്രിക ഏലസ് ഇത് അരയിൽ കെട്ടിക്കോളും. ഇതിന് കേവലം 500 രൂപയേ ഉള്ളൂ. പിന്നെ ശത്രുവിനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് വേണം കെട്ടാൻ. കുക്കുടാണ്ട ഇത് വല്ലതും നടക്കുവാ? നിങ്ങൾ പറയുന്നത് സത്യം തന്നെ ഇത്? ഐ അവിശ്വാസം, അവിശ്വാസം. അവിശ്വാസികൾക്ക് ഫലമുണ്ടായില്ല. ആയിരേ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, നമുക്ക് നോക്കാല. എന്റെ കുക്കുടാണ്ട ഇത് എത്ര പ്രാവശ്യം പ്രാവണം? എത്ര വേണമെങ്കിലും പ്രാവാം. മന്ത്രം ചൊല്ലി ഏലസ് കെട്ടി ദേ ഈ മരുന്ന് പുരട്ടോ. ഡഭ്യം 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 ഡടബി ഡടബി ഡബി ഡംബി തുല്യം തുല്യ സ്തുല്യ കകുമകുമി കാകുമാകം ഡഭ്യം 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 ഡടബി ഡടബി ഡംബി ഡംബി ഡഭ്യം 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 ഡടബി ഡടബി ഡബി 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 ഡംബി ഡഭ്യം 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 ഡടബി ഡടബി ഡബി ഡംബി ഡഭ്യം 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 ഡടബി ഡടബി ഡബി ഡംബി ഡടബി ഡടബി ഡബി ഡംബി ഡഭ്യം 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 ഡടബി ഡടബി ഡബി ഡംബി. എത്ര പറ്റിയാലും പഠിക്കാത്തവരാണ് ഈ മലയാളികൾ. എന്നെ പറ്റിക്കൂ എന്നവർ പറയുമ്പോൾ നമ്മളവരെ പറ്റിക്കുന്നു. നമ്മളെന്ത് ചെയ്യാനാ? നമ്മൾ പാവം തട്ടിപ്പുക.